എന്റെ കർത്താവ്, എന്റെ ആഗ്രഹം പോലെ അവന്റെ ഫോട്ടോ പത്രത്തിൽ വന്നു. സ്കൂളിലെ ടോപ്പർ അവനാണ്. ഇനി അവൻ നന്നായിട്ട് പഠിച്ചാൽ ഇനി ഉയരങ്ങളിലെത്തും. അവൻ എന്തിയാവോ? മോനെ തോമേ, ഇങ്ങി വന്നേ. എന്താ അമ്മേ? ഞാനിവിടെ ഉണ്ട്. നാളെയല്ലേ ക്ലാസ്സുകൾ തുടങ്ങണേ? രാവിലെ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം. ശരിയാ അമ്മേ, നമുക്ക് പോകാം. കുർബാനയ്ക്ക് കൂടുകയും ചെയ്യാം. എന്നിട്ട് ആ വഴി സ്കൂളിലേക്ക് പോകാം. ഹായ്, എന്താ നിന്റെ പേര്? നേരത്തെ നീ ഇവിടാണോ പഠിച്ചേ? ഞാനിവിടെ സെന്റ് ജോൺസിലാ പഠിച്ചേ. എന്റെ പേര് തോമ. എവിടെയാ നിന്റെ വീട്? എന്റെ വീട് ആ സാജൻ ബേക്കറുടെ പുറകിലാ. എന്നാലും നമുക്ക് ഒരുമിച്ച് പോയി വരാമല്ലോ. ചങ്കേ, നമ്മള് നാലിനി ഒരു ബെഞ്ചിലാ. അല്ല പിന്നെ. എടാ, പുതിയൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഓ, എനിക്കെങ്ങും വേണ്ടതൊന്നും. ഞാനിതൊന്നും ഉപയോഗിക്കാറില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കടാ. അത് വേണോ? എന്നാ കുറച്ചിങ്ങി തന്നേ, ഒന്ന് നോക്കട്ടെ ചുമ്മാ ഒന്ന്. എടാ വാ, ലേറ്റ് ആയി, പള്ളിയിൽ പോകാം. ഞാൻ വരുന്നൊന്നുമില്ല, അമ്മ പോയി വാ. നീ എന്നും വരുന്നില്ലേ? കഴിഞ്ഞ ദിവസവും വന്നില്ല. ഞാനില്ല, എനിക്ക് ഉറക്കം വരുന്നു. അമ്മ പോയിട്ട് വാ. നിന്റെ ഒരു ഉറക്കം. എനിക്ക് പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോവാ. അമ്മ, ഞാൻ പോവാ കേട്ടോ. എടാ, ഇന്ന് നീ കഴിക്കാതെ പോവാണോ മോനെ? അവൻ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. എനിക്കെന്തോ പേടി തോന്നുന്നു. റൂമിലൊന്ന് നോക്കിയാലോ? അമ്മേ, എന്താ ഇങ്ങനെ ഇരിക്കണേ? ഒരു ചായ ഇങ്ങോട്ട് എടുത്തേ. നിനക്ക് എന്തിനാടാ ചായ? ഇതങ്ങോട്ട് കഴിക്ക്. അമ്മ എന്റെ റൂമിൽ കയറിയോ? ആരോട് ചോദിച്ചിട്ടാ? എന്റെ റൂമിൽ കയറിയാല എന്റെ സാധനങ്ങൾ എടുത്താലാ. ഞാൻ നിന്റെ അമ്മയാ. ഇത്ര നാളും ഞാനല്ലേ ആ റൂം ക്ലീൻ ആക്കിയേ. എടാ, എന്തിന്റെ കുറവാ ഞാൻ നിനക്ക് വരുത്തേ ഇതൊക്കെ വലിക്കാൻ? എനിക്ക് നീയല്ലാതെ ആരും ഇല്ലല്ലോടാ. അമ്മയൊന്ന് ഇടങ്ങിയിരുന്നേ. ഇതൊന്നും അത്ര സീനുള്ള കാര്യമൊന്നുമല്ല. വേണേ അമ്മ ഇതിന്ന് കുറച്ചെടുത്തു. എടാ എടാ നീ ഇനി ജീവിക്കണ്ട. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. എന്തൊരു സുഖം. അമ്മേ, എഴുന്നേക്കമ്മേ, ഒരു ചായ ഇട്. എഴുന്നേക്കമ്മേ, അനങ്ങാതെ കിടക്കാതെ. അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ റൂമിൽ കയറല്ലേ. അപ്പൊ അമ്മ എഴുന്നേക്കത്തില്ല അല്ലേ? അപ്പ ചത്ത്, അത് ഉറപ്പായി. നാട്ടുകാരെ ഓടി വരണേ, അമ്മ ചത്തേ. നാട്ടുകാരെ ഓടി വരണേ, അമ്മ ചത്തേ. നാട്ടുകാരെ ഓടി വരണേ, അമ്മ ചത്തേ. നാട്ടുകാരെ ഓടി വരണേ, ചത്തേ. ഇതാണ് ഈ സമൂഹത്തിൽ പല വീടുകളിൽ നടക്കുന്ന നേർക്കാഴ്ച. നമ്മുടെ പുതുതലമുറയിൽ ചിലരെങ്കിലും സ്വന്തം ജീവിതത്തെയും ഏറെ പ്രതീക്ഷകളുമായി ഒപ്പമുള്ള രക്ഷിതാക്കളെയും സമൂഹത്തെയും മറന്ന് ലഹരിക്കടിമയാകുന്നത് കണ്ട് ആശങ്കപ്പെടുകയാണ് കേരളം. എങ്ങനെ മുറിച്ചു മാറ്റിയാലും ഭയാനകമായ കരുത്തോടെ വീണ്ടും ആഴത്തിലും വ്യാപ്തിയിലും വേർപടർത്തുകയാണ് ലഹരി സംഘങ്ങൾ. നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ലഹരി മരുന്നുകളുടെ ഉപയോക്താക്കളെയും വിൽപ്പനക്കാരെയും കൊണ്ട് നിറയുകയാണ്. ലഹരിക്ക് ഒഴുകിത്തീരാനുള്ളതല്ല പുതുതലമുറ എന്ന നിശ്ചയദാർഢ്യത്തോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം. കുടുംബാന്തരീക്ഷത്തിലെ ശാന്തിയും തുറന്ന അഭിപ്രായ വിനിമയങ്ങളും കുട്ടികൾക്ക് നൽകുന്ന സ്നേഹസമൃദ്ധമായ കരുതലും അവരെ ചീത്ത വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കും. നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിയുടെ താക്കോൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കയ്യിലാണെന്ന് മറന്നുകൂടാ. എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു പ്രതിജ്ഞ എടുക്കാം. എന്റെ ശരീരം ദൈവത്തിന്റെ ശരീരമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. അതിനാൽ എന്നെയും മാനവരാശിയെ മാരകമായി നശിപ്പിക്കുന്ന മദ്യം, മയക്കുമരുന്ന്, പുകയില,
പാൻ മസാലകളുടെ ഉപയോഗം എന്നീ തിന്മകൾ ഞാൻ അനുവർത്തിക്കുന്നതല്ല. അവയുടെ ഉൽപാദനം, വിതരണം, ഉപയോഗം എന്നിവ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ആരോഗ്യത്തെയും കുടുംബം തകർക്കുന്ന ഈ തിന്മകൾക്ക് ഞാൻ ഒരിക്കലും അടിമയാവുകയില്ല. അവയ്ക്കിടം നൽകുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞാൻ ഒഴിവാക്കും. ലഹരിക്ക് അടിമകളായവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഞാൻ പരിശ്രമിക്കുകയും മാനസികമായും ശാരീരികമായും ആരോഗ്യമുള്ള ഒരു തലമുറയ്ക്കായി ഞാൻ അധ്വാനിക്കുകയും ചെയ്യുമെന്ന് ഇതിനാൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു.